ഓഗസ്റ്റ് 13 MSCI ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ച ഇന്ത്യൻ സ്റ്റോക്കുകളിലെല്ലാം തന്നെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. MSCI ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ച RVNL, വോഡാഫോൺ ഐഡിയ, ഡിക്സൺ ടെക്നോളജി, ഓയിൽ ഇന്ത്യ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. MSCI ഇൻഡെക്സിൽ പുതിയ 7 ഇന്ത്യൻ കമ്പനികൾ വന്നതോടുകൂടി കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപ്പ്, അതായത് ഇന്ത്യൻ കമ്പനികളുടെ കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപ്പ് $57.26 ബില്യൺ മുകളിലേക്കെത്തി. MSCI ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുക വഴി ഈ കമ്പനിയിലേക്കുണ്ടായ പാസീവ് ഫണ്ട് ഇൻഫ്ലോയുടെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് 6.7%, ഓയിൽ ഇന്ത്യ 4.17%, സൈഡസ് ലൈഫ് സയൻസ് ഇൻട്രാഡേയിൽ 2%, ഡിക്സൺ ടെക്നോളജി 1.7% ഉയർന്നു. ആൾറെഡി MSCI ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ച HDFC ബാങ്കിൻ്റെ MSCI ഇൻഡെക്സ് വെയിറ്റേജ് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻട്രാഡേയിൽ HDFC ബാങ്ക് 1.3% ഉയർന്നു. RVNL 3.45% ഇൻട്രാഡേയിൽ ഉയർന്നത്. ഇനി വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതും സിറ്റി ഗ്രൂപ്പ് റെക്കമെൻഡ് ചെയ്യുന്നതുമായ ടെലികോം സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഭാരതി ഹെക്സാകോം ലിമിറ്റഡ്. സിറ്റി ഗ്രൂപ്പ് ഭാരതി ഹെക്സാകോം ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും 20% അപ്സൈഡിൽ 1405 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ടെലികോം സെക്ടറിലെ ഒരു പ്യുവർ പ്ലേ ഓപ്ഷനായിട്ടാണ് ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ വിശേഷിപ്പിക്കുന്നത്. ഭാരതി എയർടെലിൻ്റെ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ സിറ്റി ഏരിയയിലുമുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും കമ്പനിയുടെ ആവറേജ് റവന്യൂ പെർ യൂസർ ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. രാജസ്ഥാനിൽ കമ്പനിയുടെ ഇൻ്റർനെറ്റ് പെനട്രേഷൻ ആൾറെഡി പാൻ ഇന്ത്യ ആവറേജുമായി നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിലുള്ള കമ്പനിയുടെ ഇൻ്റർനെറ്റ് പെനട്രേഷൻ കുറവാണ്. ഈ ഏരിയയിലേക്ക് കമ്പനിയുടെ ഇൻ്റർനെറ്റ് പെനട്രേഷൻ വർദ്ധിക്കുന്നത് ഭാരതി ഹെക്സാകോം പോലുള്ള കമ്പനിയുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ടെന്ന് സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വരുന്ന 3 വർഷത്തിനുള്ളിൽ 26% CAGR കൂടിയുള്ള ഗ്രോത്ത് ആയിരിക്കും ഭാരതി ഹെക്സാകോം എന്ന കമ്പനി കൈവരിക്കുക. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതി ഹെക്സാകോം എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. റീസെൻ്റ്ലി സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ടും കാണാൻ സാധിച്ചു. 1200 എന്ന ലെവലിനെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ, അതായത് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മറികടക്കുകയും 1250 സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. ഇവിടെ നിന്നും സ്റ്റോക്ക് അതിൻ്റെ അടുത്ത ഇൻട്രാഡേ ഹൈ ആയ 1300, 1350 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ച റെയിൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് RVNL. 4% ഉയർന്ന് 603 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.27 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 86.5, 52 വീക്ക് ഹൈ 647, 52 വീക്ക് ലോ 128. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് ഫ്ലാറ്റ് റിട്ടേൺ ആണ് നൽകിയത്. 6 മാസം കൊണ്ട് 145% റിട്ടേൺ നൽകി. ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 233% റിട്ടേൺ നൽകി. പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ RVNL എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം RVNLും പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയും തമ്മിലുണ്ടാക്കിയ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. RVNL എന്ന കമ്പനി റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പേർട്ടിസ് ഉള്ള കമ്പനിയാണ്. ഈ രണ്ട് കമ്പനികളും തമ്മിൽ സഹകരിച്ച് ചില ഹൈഡ്രോ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ആൾറെഡി RVNL എന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയതാണ്. 2022 ആഗസ്റ്റ് മാസത്തിൽ വെറും 32 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 2024 ആഗസ്റ്റ് മാസമായപ്പോൾ 600 രൂപയ്ക്ക് അടുത്താണ് ഉയർന്നത്. അതായത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 1700% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 1.23 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. RSI ബുള്ളിഷ് ഡൈവർജൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഓവർ സോൾഡ് സോണിലോ ഓവർ ബോട്ട് സോണിലോ അല്ല. ഇനി ചില ബ്രോക്കേജ് ഏജൻസികൾ RVNL എന്ന സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റ് പരിചയപ്പെടാം. ഒന്നാമത്തേത് ആൻറ്റിക് ബ്രോക്കേജ് ഏജൻസിയാണ്. ആൻറ്റിക് ബ്രോക്കേജ് ഏജൻസി RVNLന് സെൽ എന്ന റേറ്റിംഗും 283 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 283 രൂപയുടെ ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം ആൾറെഡി RVNL എന്ന കമ്പനി പല മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവയ്ക്കുകയും കമ്പനിക്ക് തുടർച്ചയായ ഓർഡറുകളും ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ ഓർഡറുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ സമയമെടുക്കും എന്നാണ് ആൻറ്റിക് ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാനെടുക്കുന്ന കാലതാമസം കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കാനും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ ഇടിയാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആൻറ്റിക് സെൽ എന്ന റേറ്റിംഗും 283 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്.
ഏഞ്ചൽ വണ്ണിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്കിന് 550 എന്ന ലെവലിനടുത്ത് സപ്പോർട്ടുണ്ട്. 550 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 520 സ്റ്റോക്കിൻ്റെ സപ്പോർട്ട്. 600, 620 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസ് സോണിലാണ്. അതുകൊണ്ട് സ്റ്റോക്ക് ഇപ്പോൾ റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രഭുദാസ് ലീലാധറിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 600 രൂപ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. 620 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 647 എന്ന ലെവലിലേക്ക് ഉയർന്നേക്കും. 550 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ആനന്ദ് റാഠി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് വരും സമയങ്ങളിൽ സ്റ്റോക്ക് 565-നും 625-നും ഇടയിലുള്ള മൂവ്മെൻറ്റ് നൽകാനാണ് സാധ്യത. 570 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 595 റെസിസ്റ്റൻസുമാണ്. 595, 600 തുടങ്ങിയ റേഞ്ച് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്താൽ 620 വരെ സ്റ്റോക്ക് ഉയർന്നേക്കാം. അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 620 വരെ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് സോണാണ്. 620 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 650 എന്ന ടാർഗറ്റിലേക്ക് ഉയരാനും അവിടെ നിന്നും ഫർദർ ബ്രേക്കൗട്ട് വരാനും, അതായത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ബ്രേക്കൗട്ട് വരാനും സാധ്യതയുണ്ട്. സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 570, 550 തുടങ്ങിയ സപ്പോർട്ട് പരിഗണിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്